ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 2025 ജൂലൈ മാസം 20-ാം തീയതി ഞായറാഴ്ച മുതൽ 26-ാം തീയതി ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ചക്കാലത്തെ സമ്പൂർണ്ണ വാരഫലമാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത്. ഈ വാരം സൂര്യൻ കർക്കിടകൻ രാശിയിൽ പൂയം ഞാറ്റുവേലയിലും ചന്ദ്രൻ കൃഷ്ണപക്ഷ ദശമി മുതൽ ശുക്ലപക്ഷ ദ്വിതീയ വരെ കാർത്തിക മുതൽ ആയില്യം വരെയുള്ള നക്ഷത്രങ്ങളിലും സഞ്ചരിക്കുന്നു. ഇടവം രാശിയിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ജൂലൈ 26-ാം തീയതി മിഥുനം രാശിയിൽ സംക്രമിക്കുന്നു. മിഥുനം രാശിയിൽ വ്യാഴം തിരുവാതിര നക്ഷത്രത്തിലും ബുധൻ കർക്കിടകൻ രാശിയിൽ ആയില്യം നക്ഷത്രത്തിലും ചിങ്ങൻ രാശിയിൽ ചൊവ്വ പൂരം നക്ഷത്രത്തിലും കേതു ഉത്രം പൂരം നക്ഷത്രങ്ങളിലും രാഹു കുംഭത്തിൽ പൂരൂരുട്ടാതിയിലും മീനൻ രാശിയിൽ ശനി ഉത്രട്ടാതിയിലും സഞ്ചരിക്കുന്നു. ഗ്രഹങ്ങളുടെ ഈ ഭാവപ്പകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചത്തെ സമ്പൂർണ്ണ ഫലം ഇവിടെ വിലയിരുത്തുന്നു. ഈ വാരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സമ്മർദ്ദം കൂടാതെ തന്നെ ചുമതലകൾ നിർവഹിക്കുവാൻ സാധിക്കുന്നതാണ്. കൃത്യമായ കണക്കുകൂട്ടലുകൾ ആസൂത്രണ മികവിന് പ്രേരകമാകും. കർമ്മരംഗത്തെ മുൻപരിചയം കാര്യനിർവഹണത്തിൽ തുണയാകും. സഹജമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. നിലപാടുകൾ അനുമോദിക്കപ്പെടും. 2-ാം ഭാവത്തിൽ ചന്ദ്രൻ ശുക്രനുമായി യോഗം വരുന്നതിനാൽ വാക്കുകൾ മനോഹരവും മൃദുത്വമുള്ളതും ആയിരിക്കും. തൊഴിൽ മേഖലയിലും പുറത്തും നല്ല രീതിയിൽ സഹകരണം ലഭിക്കുന്നതാണ്. ചിലരുടെ തെറ്റിദ്ധാരണകൾ നീങ്ങി സഹകരിക്കുന്നതായിരിക്കും. ഗാർഹികമായ കാര്യങ്ങളിൽ കൂടുതൽ കരുതൽ വേണം. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ അല്പം ശ്രദ്ധ അനിവാര്യമാണ്. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പല ദോഷങ്ങളും മാറി കാര്യങ്ങൾ അനുകൂലമായി തുടങ്ങും. നീതിയും ന്യായവും നിറയുന്നതായിരിക്കും വാക്കുകൾ. ഇടപാടുകളും ഇടപെടലുകളും കൃത്യമായിരിക്കും. സമൂഹത്തിൽ ബഹുമാന്യത ഉയരുന്നതാണ്. സൽക്കാരങ്ങളിൽ തടസ്സമുണ്ടാകില്ല. ആദരണീയരെ സന്ദർശിക്കുവാൻ സമയം കണ്ടെത്തും. ബിസിനസ്സിൽ ധനവരവ് തൃപ്തികരമായിരിക്കും. ബന്ധങ്ങളുടെ ദൃഢത നിലനിർത്തുന്നതാണ്. പ്രണയികൾക്ക് ആഹ്ലാദിക്കാൻ അവസരം ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് വലിയ സമ്മർദ്ദങ്ങളില്ലാതെ പഠനകാര്യത്തിൽ ശ്രദ്ധിക്കുവാൻ സാധിക്കും. സന്താനങ്ങളുടെ കാര്യത്തിൽ ചില ഉത്കണ്ഠകൾ ഉയർന്നേക്കാം. ക്ഷോഭം നിയന്ത്രിക്കണം. അന്യദേശത്തുള്ളവർ ജന്മനാട്ടിൽ പോകുവാനുള്ള യാത്രയ്ക്ക് തയ്യാറെടുപ്പുകൾ നടത്തും. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഔദ്യോഗികമായി നേട്ടങ്ങൾ ഭവിക്കുന്ന വാരമാണ്. ആശംസകളും പാരിതോഷികങ്ങളും ലഭിക്കും. ഭോജനസുഖം ഉണ്ടാകും. സുഹൃത്തുക്കളെ സന്ദർശിച്ച് ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കും. നടപടികൾ സന്ദർഭോചിതമായിരിക്കും. പൊതുവെ സ്വീകാര്യത ഉയരുന്നതാണ്. ശത്രുക്കളെ അകറ്റി നിർത്തും. സാമ്പത്തിക കാര്യങ്ങൾ മോശമാകില്ല. തൊഴിലിൽ വളർച്ചയുടെ കാലഘട്ടത്തിന് തുടക്കമാകും. തൊഴിൽ തേടുന്നവർക്ക് ചെറിയ വരുമാന മാർഗമെങ്കിലും തുറന്നു കിട്ടും. കുടുംബത്തിൻ്റെ പിന്തുണ കരുത്താകും. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഉദ്യോഗസ്ഥർക്ക് സംതൃപ്തിയുള്ള വാരമായിരിക്കും. സഹോദര ആനുകൂല്യം ഉണ്ടാകുന്നതാണ്. കാര്യനിർവഹണത്തിൽ സഹപ്രവർത്തകരുടെ സഹകരണം ലഭിക്കും. മനസ്സിൽ അകാരണമായ വിഷാദം ഉയരുന്നതാണ്. കടം വാങ്ങി ബിസിനസ്സിൽ മുടക്കുന്നത് ദോഷമായി തീരും. കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയുണ്ടാകും. അനുഷ്ഠാനങ്ങൾ വിധിയാവണ്ണം നിർവഹിക്കുന്നതാണ്. പുതിയ തലമുറയുടെ പ്രവർത്തനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കും. പൊതുവെ ആത്മസംതൃപ്തി അനുഭവപ്പെടും. പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിന് സമയം അനുകൂലമല്ല.
ചിട്ടിയിലോ ലോട്ടറിയിലോ മറ്റ് ഭാഗ്യപരീക്ഷണങ്ങളിലോ സമ്മാനിതരാകും. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യങ്ങൾ എത്ര ശ്രദ്ധിച്ചാലും വേഗതയിൽ എത്തില്ല. ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടാകാം. ചിലരുടെ നിർലോഭമായ സഹായവും സഹകരണവും ലഭിക്കും. അത് വേണ്ടിയിരുന്നില്ല എന്ന് പിന്നീട് തോന്നിയേക്കാം. അതുകൊണ്ട് സഹായങ്ങൾ സ്വീകരിക്കുമ്പോൾ കരുതൽ വേണം. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ആശാവഹമായ മുന്നേറ്റം പ്രതീക്ഷിക്കാവുന്നതാണ്. ഏജൻസി കമ്മീഷൻ ഏർപ്പാടുകളിൽ ലാഭം കുറയില്ല. ഉദ്യോഗസ്ഥർക്ക് അധിക ഭാരം വരാൻ ഇടയുണ്ട്. പ്രണയികൾക്ക് വിവാഹകാര്യത്തിൽ തീരുമാനമാകും. വീടിൻ്റെയോ വാഹനത്തിൻ്റെയോ അറ്റകുറ്റപ്പണിക്ക് കരുതിയതിലും കൂടുതൽ ചെലവുണ്ടാകുന്നതാണ്. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യങ്ങൾ കുറച്ചൊക്കെ അനുകൂലമാകുന്നതാണ്. മുൻകരുതലുകൾക്ക് ഫലം ലഭിച്ചു തുടങ്ങുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് അധികാരികളുടെ പ്രീതി നേടും. ഭാവി കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ച എങ്ങും എത്തില്ല. സ്ഥിതിഗതികൾ ക്രമേണ അനുകൂലമായേക്കും. ബിസിനസ്സിലെ തന്ത്രങ്ങൾ വിപണിയിൽ ചലനങ്ങൾ സൃഷ്ടിക്കുന്നതായിരിക്കും. എങ്കിലും അക്കാര്യത്തിൽ ഇനിയും കൂടുതൽ ശ്രദ്ധ വേണം. ജീവിതശൈലി രോഗങ്ങൾക്ക് കുറച്ചൊക്കെ ആശ്വാസം അനുഭവപ്പെടുന്നതാണ്. വീട് മാറുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും. പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഭൗതിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ആത്മീയ സാധനങ്ങൾക്കും ദൈവിക സമർപ്പണങ്ങൾക്കും സമയം കണ്ടെത്തും. തൊഴിൽ മേഖലയിൽ സമാധാനം പുലരുന്നതാണ്. ക്രയവിക്രയങ്ങളിലെ നിയമസാധുത ഉറപ്പുവരുത്തണം. ആഡംബര കാര്യങ്ങൾക്കായി ധനം ചെലവഴിക്കും. കലാ സാഹിത്യ രംഗത്ത് സൃഷ്ടിപരമായ പ്രവർത്തനം നടത്തും. ഉദ്യോഗസ്ഥർ ഫയലുകൾ നന്നായി പഠിച്ച് തീരുമാനങ്ങൾ എടുക്കുകയും മേലധികാരികളുടെ സ്വീകാര്യത ഉണ്ടാകുകയും ചെയ്യും. മനസ്സിൽ പുരോഗമന ചിന്തകൾ നിറയും. എങ്കിലും പാരമ്പര്യമായിട്ടുള്ളവയെ തള്ളാനും കഴിഞ്ഞേക്കില്ല. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രിയപ്പെട്ടവരുമായി ഒത്തുചേരുകയും സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്യും. പുതിയ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ കഴിയുന്നതാണ്. കിട്ടാനുള്ള ധനം കൈവശം എത്തിച്ചേരും. പഴയ കടബാധ്യതകൾക്ക് കുറേയൊക്കെ പരിഹാരമാകും. വസ്ത്രങ്ങളോ ആഭരണങ്ങളോ വാങ്ങും. വില കൂടിയ പാരിതോഷികങ്ങൾ ലഭിച്ചേക്കാം. സഹജമായ കഴിവുകളിൽ ആത്മവിശ്വാസം ഉണ്ടാകും. പ്രശ്നപരിഹാരത്തിന് സ്വയം മുൻകൈയെടുക്കും. ശുഭവാർത്തകൾ തേടി എത്തുന്നതാണ്. കുടുംബാംഗങ്ങൾക്കൊപ്പം പുണ്യക്ഷേത്രങ്ങളിലോ നാലമ്പല ദർശനത്തിനോ തയ്യാറെടുക്കും. സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിയിൽ ആശ്വാസം ഭവിക്കും. ഉന്നത വ്യക്തികളുമായി പരിചയം സ്ഥാപിക്കും. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജന്മരാശിയിലെ ബുധാദിത്യ യോഗം തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. തൊഴിൽ മേഖലയിൽ സമാധാനം കുറയും. ഭാരിച്ച ചുമതലകൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വന്നേക്കാം. ഇഷ്ടപ്പെട്ടവരുടെ പിന്തുണ ലഭിക്കുന്നതാണ്. ഭോഗസുഖം ലഭിക്കും. പ്രണയികൾക്ക് തടസ്സങ്ങൾ നേരിടില്ല. വായ്പകളുടെ തിരിച്ചടവിന് മുടക്കം വരില്ല. കുടുംബാംഗങ്ങളിൽ ചിലരുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. കലാപരമായ കാര്യങ്ങളിൽ തിളങ്ങുവാൻ സാധിക്കും. കൗതുക വസ്തുക്കളോ ആഭരണങ്ങളോ വാങ്ങാൻ ഇടയുണ്ട്. ആഴ്ച മധ്യ ദിവസങ്ങളിൽ പണച്ചെലവ് അധികമാകും. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യങ്ങൾ വളരെ അനുകൂലമാണ്. കാര്യങ്ങൾ മാറിത്തുടങ്ങുന്നത് അനുഭവപ്പെട്ടു തുടങ്ങും. ജീവിതത്തിൽ ക്ലേശങ്ങൾ മാത്രമല്ല ആശ്വാസവും ആഹ്ലാദവും കൂടിയുണ്ടെന്ന് തോന്നിത്തുടങ്ങുന്നതാണ്. പിണങ്ങി നിന്ന സ്വജനങ്ങൾ ഇണക്കത്തിലാകും. പങ്കാളിത്ത ബിസിനസ്സിൽ ഉണർവുണ്ടാകും. പുതിയ സംരംഭങ്ങൾക്ക് അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും. വ്യവഹാരങ്ങൾക്ക് കൂടിയ ആലോചനകളിലൂടെ പരിഹാരമാകും. തൊഴിലിടത്തിൽ അമിതമായ ജോലിഭാരം കുറയുന്നതായി അനുഭവപ്പെടും. വാഗ്ദാനം ലംഘിക്കുന്നവരോട് പൊറുക്കാനുള്ള മനസ്സുണ്ടാകും. വീട്ടിലെ വയോജനങ്ങളുടെ പരിചരണത്തിൽ ശ്രദ്ധയുണ്ടാവണം. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗത്ത് ഗുണമുണ്ടാകും. നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ്. പുതിയ കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ പരിശ്രമിക്കുന്നതാണ്. തടസ്സങ്ങൾ പരിഹരിക്കുന്നതിൽ സഹപ്രവർത്തകരുടെ സഹായം ലഭിക്കും.
സംഘടനാ രംഗത്ത് സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകും. തൊഴിൽ മേഖലയിൽ മേലുദ്യോഗസ്ഥരുടെ കയർത്ത് സംസാരിക്കേണ്ട സാഹചര്യം ഉണ്ടാകും. കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ പ്രാവർത്തികമാക്കും. സന്താനങ്ങളുടെ കൂട്ടുകെട്ട് നിരീക്ഷിക്കേണ്ടതുണ്ട്. ന്യായമായ ആവശ്യങ്ങൾക്ക് പണം തടസ്സമാകില്ല. രോഗത്താൽ ക്ലേശിക്കുന്നവർക്ക് സഹായധനം ലഭിച്ചേക്കും. ആഴ്ച അവസാന 2 ദിവസങ്ങൾക്ക് മേന്മ കുറയുന്നതാണ്. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽ രംഗത്ത് ക്ലേശങ്ങൾ കുറയും. ഒപ്പമുള്ളവരുടെ സഹകരണം വേണ്ടുവോളം ലഭിക്കും. സുഹൃത്ത് വലയത്തിൽ കൂടുതൽ സ്വീകാര്യത ഉണ്ടാകും. പ്രധാന വരുമാനം കൂടാതെ പല മേഖലകളിൽ നിന്നും ധനം വന്നെത്തും. സർക്കാരുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ കാര്യസാധ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. ജീവിത പങ്കാളിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. കുടുംബത്തോടൊപ്പം തീർത്ഥാടന യാത്രകൾക്ക് പദ്ധതി തയ്യാറാക്കും. വായനാശീലം വളരുന്നതാണ്. പലതും പഠിക്കാനും ആസ്വദിക്കുവാനും സാധിക്കും. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം പൊതുവെ സമ്മിശ്രമായ ഫലങ്ങൾ ആയിരിക്കും അനുഭവത്തിൽ വരുന്നത്. തൊഴിൽ മേഖലയിൽ സമ്മർദ്ദങ്ങൾ അനുഭവപ്പെടും. ദൗത്യങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുവാൻ കഴിഞ്ഞേക്കില്ല. അധികാരികളുടെ നീരസത്തിന് പാത്രമാകും. പലരെയും ആശ്രയിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും അത് മനക്ലേശത്തിന് കാരണമാവുകയും ചെയ്യും. ജീവിത പങ്കാളിയുടെ ബിസിനസ്സിൽ നിന്നും വരുമാനം ഉയരും. ദാമ്പത്യ സൗഖ്യം അനുഭവപ്പെടും. ഗ്രഹത്തിൽ സ്വസ്ഥത ഉണ്ടാകും. ഇഷ്ടസുഹൃത്തിൻ്റെ സന്ദർശനം സന്തോഷം പകരും. ആഴ്ച അവസാന ദിവസങ്ങൾക്ക് ഗുണം കൂടും. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തടസ്സങ്ങളെയും ആപത്തുകളെയും തരണം ചെയ്യുവാൻ സാധിക്കും. ഭാഗ്യം തുണയാകും. കാര്യങ്ങൾ കരുതിയതുപോലെ മുന്നോട്ട് നീങ്ങണം എന്നില്ല. മനസ്സും ശരീരവും ഒപ്പത്തിനൊപ്പം ഒത്തിണങ്ങുന്ന അനുഭവം ഉണ്ടാകും. സാമ്പത്തികമായ ചില ബുദ്ധിമുട്ടുകൾ അസഹനീയമായി തോന്നും എങ്കിലും പോംവഴികൾ തെളിയുന്നതാണ്. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ അനിവാര്യമാണ്. കുടുംബം നൽകുന്ന പിന്തുണ കരുത്താകും. പുതിയ സംരംഭങ്ങൾ പുരോഗതിയുടെ പാതയിലായിരിക്കും. ചെറു യാത്രകൾ ആവേശം പകരുന്നതാകും. വാരം അവസാന ദിവസങ്ങൾ ആശ്വാസകരമാകും. തുലാക്കൂറുകാർക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകും. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഏകപക്ഷീയമായ ചില തീരുമാനങ്ങൾ സഹപ്രവർത്തകരുടെ വിരോധം വിളിച്ചു വരുത്തുന്നതായിരിക്കും. സ്വയം തൊഴിൽ മേഖലയിൽ അഭിവൃദ്ധി ഉണ്ടാകും. പല കാര്യങ്ങളും തുടങ്ങുന്നതിൽ കാണിക്കുന്ന അമിത താൽപ്പര്യം തുടർന്ന് കാണിക്കണം എന്നില്ല. ദൂരദേശത്തു നിന്നും ശുഭകരമായ സന്ദേശങ്ങൾ ലഭിക്കും. വേണ്ടപ്പെട്ട ചിലരുടെ ദൂഷ്യവശങ്ങൾ ശ്രദ്ധയിൽപ്പെടും. ചിലരുമായുള്ള സഹവർത്തിത്വം ഒഴിവാക്കാൻ തീരുമാനിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ നല്ല പുരോഗതി ദൃശ്യമാകും. കുടുംബജീവിതത്തിൽ സുഖവും ക്ഷേമവും ഭവിക്കും. ആരോഗ്യപരമായി ഗുണം കുറയുന്നതാണ്. ധനപരമായ കാര്യങ്ങൾക്ക് മങ്ങലുണ്ടാകില്ല. ഭാഗ്യക്കുറിയിലും ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടമുണ്ടാകും. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സന്താനങ്ങൾ മുഖേന സന്തോഷം ഭവിക്കുന്നതായിരിക്കും. ചില ആശങ്കകൾ അകലുന്നതാണ്. മന്ദഗതിയിലായിരുന്ന സ്വയം തൊഴിൽ മേഖലയ്ക്ക് ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. ഉദ്ദിഷ്ട കാര്യങ്ങൾ തുറന്ന് പറയുന്നതാണ്. അതിനാൽ ചില ബന്ധുക്കളും സുഹൃത്തുക്കളും ശത്രുക്കളായേക്കും. വീട്ടു ചെലവുകൾ കൂടിക്കൂടി വരുന്നതിൽ ആശങ്ക ഉണ്ടാകും. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മുടക്കം കൂടാതെ പൂർത്തിയാക്കും. ഉദ്യോഗസ്ഥർക്ക് സ്ഥലംമാറ്റ കാര്യത്തിൽ താമസം നേരിടും. പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ പുരോഗതി ഉണ്ടാകും. മുൻപ് ചെയ്തുപോയ അബദ്ധങ്ങൾ തിരുത്താൻ സാധിച്ചേക്കും. തുലാക്കൂറുകാർക്ക് ചിട്ടിയിലോ ലോട്ടറിയിലോ നേട്ടമുണ്ടാകും. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൂർവിക സ്വത്തിൽ നിന്നും ധനാഗമം ഉണ്ടാകും. മേലുദ്യോഗസ്ഥരെ ഉപദേശിച്ച് കുഴപ്പത്തിലാകുവാൻ സാധ്യതയുണ്ട്. പ്രണയികൾക്ക് സന്തോഷിക്കുവാനുള്ള സാഹചര്യം ഒത്തുവരുന്നതാണ്. സുഹൃത്തുക്കളുമായി ചേർന്ന്
പുതിയ ബിസിനസ് തുടങ്ങുന്നതിനായി ചില ചർച്ചകൾ നടത്തിയേക്കും. ഉന്മേഷക്കുറവ് മാറിത്തുടങ്ങും. ഉത്സാഹം വീണ്ടെടുക്കുന്നതാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ദിശാബോധം കുറയും. വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണിക്ക് പ്രതീക്ഷിച്ചതിലും ചിലവുണ്ടായിരിക്കും. ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. ഉപാസനകൾക്കും ദൈവിക സമർപ്പണങ്ങൾക്കും മുടക്കം വരില്ല. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യാലോചനകളിൽ ഉറച്ച നിലപാടുകൾ കൈക്കൊള്ളുവാൻ സാധിക്കും. തൊഴിൽ തേടുന്നവർക്ക് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കാൻ ഇടവരും. സമൂഹമധ്യത്തിൽ ബഹുമാന്യത ഉണ്ടാകും. പദവികൾ ആഗ്രഹിക്കുന്നവർക്ക് അവ ലഭിക്കുന്നതാണ്. ദൂരയാത്രകളിൽ താൽപ്പര്യം കുറയും. വരുമാനം മോശമാകില്ല. എങ്കിലും അമിത ചെലവ് കുറയ്ക്കാൻ സ്വയം തീരുമാനിക്കുന്നതാണ്. കലാരംഗത്ത് കൂടുതൽ അറിവ് നേടും. കുടുംബത്തിൻ്റെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയുണ്ടാകും. ദൈനംദിന കാര്യങ്ങൾക്ക് മുടക്കം വരില്ല. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മുൻകൂട്ടി തീരുമാനിച്ച കാര്യങ്ങൾ തടസ്സം കൂടാതെ നിർവഹിക്കാൻ സാധിക്കും. പരസഹായം കൂടാതെ കാര്യനിർവഹണം സാധ്യമാകും. അധികാരികളോട് അകലം പാലിക്കും. മേലുദ്യോഗസ്ഥരുടെ ശരിയും തെറ്റും ചൂണ്ടിക്കാണിക്കും. ന്യായത്തിൻ്റെ ഭാഗത്ത് നിന്നും പിന്മാറുകയില്ല. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ വായ്പ കിട്ടാൻ ഇടയുണ്ട്. വാഗ്ദാന ലംഘനം നടത്തിയ ബന്ധുവിനോട് കയർത്ത് സംസാരിക്കേണ്ടതായി വരും. യാത്രകൾ വേണ്ടി വരുന്നതാണ്. സന്തോഷ സന്ദർഭങ്ങൾ കുറയില്ല. പഴയ വാഹനം മാറി വാങ്ങുവാനുള്ള തീരുമാനം തൽക്കാലം മാറ്റിവെക്കും. ദാമ്പത്യ ജീവിതത്തിൽ സൂര്യവും സമാധാനവും ഉണ്ടാകും. ജീവിത പങ്കാളിക്ക് പാരിതോഷികം ലഭിച്ചേക്കും. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മഗുണം കുറയുകയും കൂടുകയും ചെയ്യും. സ്വയം തൊഴിൽ മേഖലയിൽ നടത്തിയ മാറ്റങ്ങളുടെ ഗുണം കണ്ടു തുടങ്ങുന്നതാണ്. ഉപഭോക്താക്കളുടെ നിർദ്ദേശങ്ങൾ സ്വാഗതം ചെയ്യും. ആരോഗ്യപരമായി ശ്രദ്ധയുണ്ടാവണം. മനസ്സ് ഇടയ്ക്കിടയ്ക്ക് അകാരണമായി മ്ലാനമാവുന്നതാണ്. സുഹൃത്തിൻ്റെ ആവശ്യങ്ങൾക്ക് കൈയയച്ച് സഹായിക്കും. വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽക്കും. പഴയ കടബാധ്യതകൾ പരിഹരിക്കാൻ പരിശ്രമം നടത്തുന്നതാണ്. വീടിൻ്റെ നവീകരണം തുടരുന്നതാണ്. ധനവരവ് മോശമാകില്ല. ദൈനംദിന കാര്യങ്ങൾക്ക് മുടക്കം വരില്ല. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സർക്കാർ കാര്യങ്ങൾ നേടിയെടുക്കാൻ ആവർത്തിച്ച് പരിശ്രമിക്കേണ്ടി വരും. ജോലി തേടുന്നവർക്ക് അല്പം കൂടി കാത്തിരിക്കേണ്ടി വരുന്നതാണ്. ചെറുകിട സംരംഭങ്ങളിൽ നിന്നും ലാഭം വർദ്ധിക്കും. പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകുന്നതാണ്. സംഘടനകളിലും സാമൂഹ്യ രംഗത്തും സജീവ സാന്നിധ്യം ആകും. ദൂരദിക്കിൽ ഉള്ളവരിൽ നിന്നും അനുകൂലമായ സന്ദേശം ലഭിക്കുന്നതാണ്. രോഗഗ്രസ്തർക്ക് ചികിത്സ ഫലപ്രദമാകും. വിദ്യാർത്ഥികളുടെ പഠന മികവിന് സ്കോളർഷിപ്പ് ലഭിക്കാം. തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിലിൽ വളർച്ച അനുഭവപ്പെടുന്നതാണ്. സ്വയം തൊഴിൽ മേഖലയിൽ അധ്വാനഭാരം വർദ്ധിക്കും. പൊതുവെ സാഹചര്യങ്ങൾ പൂർണ്ണമായും അനുകൂലം ആയിരിക്കില്ല. ആത്മനിയന്ത്രണം ആവശ്യമാണ്. ക്ഷോഭ സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. നെഗറ്റീവ് ചിന്തകളെ മറികടക്കുവാൻ കഴിയണം. വാഗ്ദാനങ്ങൾ പാലിക്കാൻ ക്ലേശിക്കുന്നതാണ്. പ്രതീക്ഷിച്ച പിന്തുണകൾ ആരുടെ ഭാഗത്തു നിന്നും ലഭിച്ചേക്കില്ല. എന്നാൽ മറ്റു ചില അനുകൂല സാഹചര്യങ്ങൾ സംജാതമാവുകയും ചെയ്യും. കുടുംബത്തിൻ്റെ ന്യായമായ ആവശ്യങ്ങൾ നിർവഹിക്കുവാൻ കഴിയുന്നതാണ്. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ന്യായമായ ആഗ്രഹങ്ങൾ സഫലമാകും. അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുന്നതാണ്. പിതാവിൻ്റെ തൊഴിലിൽ നിന്നും ലാഭം കുറയും. അത് നിർത്തിയാലോ എന്ന ആലോചന ഉണ്ടാകും. സമൂഹത്തിൽ ആദരണീയരാകും. വേണ്ടപ്പെട്ടവരുടെ മരണവീട് സന്ദർശിച്ച് വേണ്ട സഹായം ചെയ്തു കൊടുക്കും. ഏതു കാര്യത്തിലും അനാവശ്യമായ തിടുക്കം ഗുണം ചെയ്യില്ല. ഉപജാപങ്ങളിൽ പെടാതിരിക്കാൻ കരുതൽ വേണം. ധനവിനിയോഗം പരിമിതപ്പെടുത്തും.
ചിലപ്പോൾ ഗാർഹികമായ അലോരസങ്ങൾ ഉണ്ടാകുന്നതാണ്. ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗത്ത് മാറ്റങ്ങൾ വരുത്തുവാൻ കൂടിയാലോചനകൾ ഉണ്ടാകും. എങ്കിലും ഒരു വ്യക്തത ഉണ്ടായേക്കില്ല. വിപുലീകരണം വേഗം വേണമെന്ന് തീരുമാനിക്കും. മാനസിക സംഘർഷങ്ങൾ അനുഭവപ്പെടുന്നതാണ്. 2 ദിവസം സ്വസ്ഥതയോടെ ഇരിക്കാൻ ആഗ്രഹിക്കും, എങ്കിലും നടന്നേക്കില്ല. തീരുമാനിച്ചുറപ്പിച്ചിരുന്ന യാത്രകൾ വേണ്ടെന്ന് വയ്ക്കുന്നതാണ്. സുഹൃത്തുക്കൾക്ക് വേണ്ടി ജാമ്യം നിൽക്കാൻ പ്രേരിപ്പിക്കും, എങ്കിലും ജീവിത പങ്കാളിയുടെ എതിർപ്പുണ്ടാകും. വരുമാനത്തിനനുസരിച്ച് ചെലവ് ക്രമീകരിക്കുവാൻ സാധിക്കും. ഗവേഷകർ പ്രബന്ധരചന പൂർത്തിയാക്കും. പ്രണയികൾക്ക് മാനസികോല്ലാസം ഭവിക്കുന്നതാണ്. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യവിജയം സാധ്യമാകുന്നതിന് അല്പം അധ്വാനിക്കേണ്ടി വരും. സൂത്രപ്പണികൾ കൊണ്ട് കാര്യസാധ്യം ഉണ്ടാവില്ല എന്ന് ബോധ്യമാകും. സന്താനങ്ങളുടെ ആത്മാർത്ഥതയിൽ അഭിമാനം തോന്നും. മുൻകൂട്ടിയെടുത്ത ചില തീരുമാനങ്ങൾ മാറ്റിവെച്ചേക്കും. ബന്ധുക്കൾക്ക് വേണ്ടിയുള്ള സന്ധി സംഭാഷണങ്ങൾ വിജയിക്കുന്നതാണ്. കലാരംഗത്തുള്ളവർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കും. കടം വാങ്ങിയ തുക മടക്കിക്കൊടുക്കുക ശ്രമകരമാകും. വ്യവഹാരങ്ങൾക്ക് ഉദ്ദേശിച്ച പുരോഗതി ലഭിച്ചേക്കില്ല. പഴയ സുഹൃത്തുക്കളുമായി ഒത്തുചേരാൻ അവസരം സിദ്ധിക്കും. രോഗഗ്രസ്തർക്ക് ചികിത്സ തുടരേണ്ടി വരും. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മനസ്സിന് സ്വസ്ഥതയുണ്ടാകും. പലതും ചെയ്യാനുണ്ടെന്ന് ഓർമ്മയുണ്ടാകും. കുടുംബത്തിൻ്റെ പിന്തുണ ധൈര്യം പകരുന്നതായിരിക്കും. ഇടയ്ക്ക് മനഃശാഞ്ചല്യം അനുഭവപ്പെടും. മുൻ തീരുമാനങ്ങളിൽ നിന്നും പിന്മാറും. തൊഴിലിൽ നേട്ടങ്ങളും സാമ്പത്തികമായി മെച്ചവും ഉണ്ടാകുന്നതാണ്. എന്നാൽ ധനവ്യയം അധികരിക്കുകയും അത് നിയന്ത്രിക്കാനാവാത്തതിൽ വിഷമിക്കുകയും ചെയ്യും. എതിർക്കുന്നവരുടെ വായടപ്പിക്കുവാനുള്ള ശ്രമം വിജയിച്ചേക്കില്ല. എങ്കിലും ശത്രുക്കളെ കൊണ്ട് അത്ര ഉപദ്രവം ഉണ്ടായേക്കില്ല. പൊതുപ്രവർത്തനത്തിൽ താൽപ്പര്യം കുറയും. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആപൽഘട്ടങ്ങളെ ബുദ്ധിപൂർവ്വം മറികടക്കുന്നതാണ്. പ്രതീക്ഷിച്ചതിൽ പകുതിയെങ്കിലും പൂർത്തിയാക്കുവാൻ സാധിക്കും. അധികാരികളുടെ അപ്രീതി വകവയ്ക്കില്ല. പുതിയ സംരംഭങ്ങളുമായി മുന്നോട്ട് പോകുവാൻ തീരുമാനിക്കുന്നതാണ്. സംഘടന രംഗത്ത് കൃത്യമായി കണക്ക് സൂക്ഷിക്കുകയും അതിൽ അഭിനന്ദിക്കപ്പെടുകയും ചെയ്യും. സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് സമയം കണ്ടെത്തും. ചെറുയാത്രകൾക്കും ഷോപ്പിങ്ങിനും അവസരം സിദ്ധിക്കും. സുഖ ഭക്ഷണയോഗം ഉണ്ട്. അകൽച്ചയിലായിരുന്ന ചില സുഹൃത്തുക്കൾ അടുക്കുവാനുള്ള സാധ്യതയും ഉണ്ട്. വീഡിയോ യൂട്യൂബിൽ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ദയവായി പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക.